ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഫുൾ സെറ്റാക്കാം. അപ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പറയുന്നുണ്ടാവും. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്, ഇവിടുന്ന് കുറേ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ടാണ് മറ്റേ നമ്മുടെ ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇതൊരു കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് കുറേ ചോദ്യങ്ങളൊന്നും ഇവിടുന്ന് വരില്ല, പക്ഷേ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇത് കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ ഭാഗങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊന്നാണ് പാൻസ്പേർമിയ സിദ്ധാന്തം അല്ലെ പാൻസ്പേർമിയ തിയറി. പാൻസ്പേർമിയ തിയറി സിമ്പിളാണ്. അവർ വിശ്വസിക്കുന്ന ഈ തിയറി പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന സ്പോർട്സ് മൈക്രോ പാർട്ടിക്കിൾസിൽ നിന്നാണ് ഭൂമിയിൽ ജീവൻ എത്തിപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇവിടെ ജീവനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഭൂമി എന്ന് കരുതാം, ഇത് നമ്മുടെ ഏർത്താണ്. ഇവിടെ ആദ്യം ലൈഫ് ഉണ്ടായിരുന്നില്ല. വേറെ ഏതോ ഒരു പ്ലാനറ്റ് എക്സ് എന്ന് കൊടുക്കുക, പ്ലാനറ്റ് എക്സ്, വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് നമ്മുടെ ജീവന് കാരണമായിട്ടുള്ള കണികകൾ ഇവിടെ എത്തിപ്പെട്ടതാണ്. ഈ പാർട്ടിക്കിൾസിനെയാണ് അവർ എന്ത് വിളിച്ചത്? പാൻസ്പേർമിയ എന്ന് വിളിച്ചത്. അങ്ങനെ ലൈഫ് ഉണ്ടായതാണ് ഇവിടെ എന്നാണ് പാൻസ്പേർമിയ തിയറി പറയുന്നത്. പക്ഷെ നമ്മൾ ഈ തിയറി റിജക്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഈ തിയറി ഇപ്പോൾ ഇല്ല എന്നുള്ളത്. ഈ തിയറി നമ്മൾ പാടെ റിജക്റ്റ് ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്ന തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. ഈ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ പാൻസ്പേർമിയ തിയറി എന്താ പറയുന്നത്? ലൈഫ് ഒറിജിനേറ്റഡ് എൽസ്ഫെയർ, നമ്മുടെ ലോകത്തിൽ വേറെ എവിടെയോ ആണ് ജീവൻ ഉണ്ടായത്. അത് ആക്സിഡൻ്റലി ഭൂമിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തതാണ്, എങ്ങനെയല്ലോ ഇവിടെ എത്തിപ്പെട്ടതാണ്. ആ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പോർട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാൻസ്പേർമിയ എന്ന് വിളിക്കുന്നത്. അതാണ് ആ തിയറീൻ്റെ പേര്, പാൻസ്പേർമിയ തിയറി. ഓക്കെ, പക്ഷേ ആ തിയറി റിജക്റ്റ് ചെയ്തു. അങ്ങനെയല്ല ജീവൻ ഉണ്ടായതെന്ന് നമുക്കിപ്പോൾ അറിയാം. കാരണം തെളിവോട് കൂടിയിട്ട് നമ്മൾ കെമിക്കൽ എവല്യൂഷൻ തിയറി തെളിയിച്ചു. കെമിക്കൽ എവല്യൂഷൻ തിയറി തന്നെ ആ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? കെമിക്കൽ എവല്യൂഷൻ, രാസപരിണാമം. ഓക്കെ, അപ്പോൾ കെമിക്കൽ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ, എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്ന് മാറ്റങ്ങൾ ഉണ്ടായാണ് ആദ്യത്തെ കോശം, പ്രിമിറ്റീവ് സെല്ലുണ്ടായത് എന്നാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? നമ്മുടെ പണ്ടത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്നൊരു ഗ്രഹമായിരുന്നു. ആ ഭൂമിയിൽ നോ ഫ്രീ ഓക്സിജൻ. നമുക്ക് ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല, നോ ഓക്സിജൻ. ഓക്സിജൻ ഇല്ല, ഫുൾ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ഓസോണും ഇല്ല അല്ലേ? ഓസോൺ ലെയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓക്സിജനും പിന്നെ നമ്മുടെ ഫ്രീ ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് O3 ഉണ്ടാവുന്നത്. പക്ഷെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഓസോൺ ലെയർ ഒന്നും ഇല്ല ഭൂമിക്ക്. അപ്പോഴെന്താ? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് മുഴുവൻ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ട്, ഇടിമിന്നലുണ്ട്, തണ്ടറും ലൈറ്റ്നിങ്ങും സൂര്യപ്രകാശവും, അതുകൂടാതെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എനർജി ഉണ്ട് ഭൂമിയിൽ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ, നോ ഓക്സിജൻ. അപ്പോൾ ഈ ഗ്യാസസ് ഒക്കെയാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. പിന്നെ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ അഗ്നിപർവ്വത പൊട്ടിത്തെറിക്കലും അതും ഇതൊക്കെ ആയിട്ട് ഫുൾ കാർമേഘങ്ങളൊക്കെ കൂടിക്കിടന്ന് കുറേ കാലങ്ങൾ മഴ പെയ്തു. മഴ പെയ്തിട്ട് ഭൂമിയുടെ ഗർത്തങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞ് പുഴകളും നദികളും കടലും ഒക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ മോളിക്യൂൾസ് മുഴുവൻ എവിടെ എത്തി? നമ്മുടെ കടലിലെത്തി. കടലിലെത്തിയിട്ട് ഈ കെമിക്കൽ മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു. കാരണം എനർജി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ എനർജിയൊക്കെ കിട്ടി ഈ ആൾക്കാർ മുഴുവൻ റിയാക്ട് ചെയ്തു. ആരൊക്കെ റിയാക്ട് ചെയ്തെന്ന് നോക്കണേ? ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, അതുപോലെ തന്നെ മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ മോളിക്യൂൾ, ഇവരെല്ലാവരും കൂടെ റിയാക്ട് ചെയ്തു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടായി. ആദ്യം ആരാ ഉണ്ടായത്? ലഘു കണികകൾ. സിമ്പിൾ മോളിക്യൂൾസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? സിമ്പിൾ മോളിക്യൂൾസ് ആണ് നമ്മുടെ ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്. ഓക്കെ, ഫാറ്റി ആസിഡ്, അമിനോ ആസിഡ്, പിന്നെ നമ്മുടെ നൈട്രജൻ ബേസ്, ഇതൊക്കെ എന്താണ്? സിമ്പിൾ മോളിക്യൂൾസ് ആണ്. ഇങ്ങനത്തെ സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടായി. ഈ സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്ന് കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടായി. കോംപ്ലക്സ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് മോളിക്യൂൾ, ന്യൂക്ലിക് ആസിഡ് ഉണ്ടായി, പ്രോട്ടീൻ ഉണ്ടായി, അങ്ങനെ കോംപ്ലക്സ് മോളിക്യൂളായി. ഈ കോംപ്ലക്സ് മോളിക്യൂളിൽ നിന്നാണ് നമുക്കൊരു ലിപ്പിഡ് ലെയറായിട്ട് മാറി. പിന്നെ ഒരു ന്യൂക്ലിക് ആസിഡ്, അതായത് പ്രിമിറ്റീവ് സെൽ അഥവാ ആദിമ കോശം രൂപപ്പെട്ടു.
ഓക്കെ, ഇതാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു, ഇത്രയും ഗ്യാസസും മോളിക്യൂൾസാണ് ഉണ്ടായിരുന്നത്, ഓക്സിജൻ ഇല്ലായിരുന്നു. അവിടെ സ്റ്റീമൊക്കെ കണ്ടൻസ് ചെയ്ത് കുറേ കാലം മഴ പെയ്ത് നമ്മുടെ ഭൂമിയിൽ ഓഷ്യൻസും നദികളും ഒക്കെ ഉണ്ടായി. പിന്നെ ഈ ഓഷ്യനിൽ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നു. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഈ എനർജീൻ്റെ സഹായത്താൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് സിമ്പിൾ ബയോമോളിക്യൂൾസ് ഉണ്ടായി, ലഘു ജീവകണികകൾ ഉണ്ടായി, അതിൽ നിന്ന് സങ്കീർണ ജീവകണികകൾ ഉണ്ടായി, അതിൽ നിന്ന് ലിപ്പിഡ് ലെയറും ന്യൂക്ലിക് ആസിഡും ഉണ്ടായി. അതാണ് നമ്മുടെ ആദിമകോശം. ഇത് എക്സാമിന് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കും. ഈ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്ന എനർജി സോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഭൂമിയിൽ ലൈഫ് ഉണ്ടായതെന്നാണ് നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. പക്ഷെ ആർക്കും വിശ്വാസമായില്ല, ആരും ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. അങ്ങനെയാണ് നമ്മുടെ യുറേ ആൻഡ് മില്ലർ, 2 ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് നമ്മുടെ പണ്ടത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന സാഹചര്യം റീക്രിയേറ്റ് ചെയ്തു. നമുക്ക് പണ്ടത്തെ ഭൂമിയിൽ പോയിട്ട് ജീവിക്കാൻ പറ്റൂല, കാരണം അവിടെ ഓക്സിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ലാബിൽ ഈ സാഹചര്യം റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനർജി വേണം. പക്ഷെ നമുക്ക് അൾട്രാവയലറ്റ് റേഡിയേഷനും അഗ്നിപർവ്വതങ്ങളൊന്നും ലാബിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എനർജി സോഴ്സിന് വേണ്ടി ഇലക്ട്രോഡ്സ് കൊടുത്ത് സ്പാർക്ക് ഉണ്ടാക്കി എനർജി കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചു. അപ്പോൾ വാട്ടർ വേപ്പർ ഇങ്ങനെ ഇതിലേ എത്തി, വാട്ടർ വേപ്പർ റെഡിയായി. അതുകൂടാതെ നമ്മൾ അമോണിയ, മീഥെയിൻ, അതുപോലെ തന്നെ ഹൈഡ്രജനും കൊടുത്തു. അമോണിയ, മീഥെയിൻ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ കൊടുത്തു. എന്നിട്ട് ഈ എനർജിയും കൂടെ കൊടുത്തപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഇത് എക്സ്പെരിമെൻ്റ് ആണ്, അവർ ചെയ്തു നോക്കി. അങ്ങനെ ചെയ്തു നോക്കിയ ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഒരു കണ്ടൻസറിൻ്റെ സഹായത്തോടു കൂടി തണുപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? അമിനോ ആസിഡ് കാണാൻ പറ്റി. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി, അവർ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു റിയാക്ഷൻ നടത്തിയപ്പോൾ തന്നെ അമിനോ ആസിഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേറെയും ഗ്യാസുകളൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോട്ടീനും നൈട്രജൻ ബേസൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് മനസ്സിലായി. ഇത് എക്സാമിന് ചോദിക്കും. ഇവിടെ എനർജി സോഴ്സിന് വേണ്ടി എന്താണ് ഉപയോഗിച്ചത്, ഇവിടെ ഉണ്ടായത് എന്ത് മോളിക്യൂളാണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, പിന്നീട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യുറേ ആൻഡ് മില്ലർ ആണ് എന്ത് ചെയ്തത്, നമ്മളുടെ ലൈഫിന് കാരണമായിട്ടുള്ള സിമ്പിൾ മോളിക്യൂള് നമുക്ക് ഗ്യാസസ് വെച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് തെളിയിച്ച യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. അതിനുശേഷം സിഡ്നി ഫോക്സ് എന്ത് ചെയ്തു, പ്രോട്ടീൻ കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. പിന്നെ വരികയാണ് ജുവാനോറോ എന്തുണ്ടാക്കി, നമ്മൾ പറഞ്ഞില്ലേ നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എഡിനിൻ. ഈ നൈട്രജൻ ബേസ് നമുക്ക് DNA-യും RNA ഒക്കെ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ഐഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾക്ക് 1 മാർക്കിന് വരാറുണ്ട്. ജുവാനോറോ എന്താണ് ചെയ്തത്, സിഡ്നി ഫോക്സ് എന്താണ് ചെയ്തത്, യുറേ മില്ലർ എന്താണ് ചെയ്തതെന്ന് 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണോ മക്കളെ? കെമിക്കൽ എവല്യൂഷൻ തിയറി, അതേപോലെ തന്നെ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ്, പാൻസ്പെർമിയ തിയറി, ദെൻ നമ്മളുടെ ജുവാനോറോ സിഡ്നി ഫോക്സിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, ഇനി അടുത്തതാണ് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു സാധനം, പ്രോ കാരിയോട്ടിക് സെല്ലും യു കാരിയോട്ടിക് സെല്ലും കമ്പയർ ചെയ്യുക. വെരി സിമ്പിൾ. ആദ്യം ഉണ്ടായത് പ്രിമിറ്റീവ് സെല്ലാണ്, ആദിമകോശത്തിന് വെറും ഒരു ലിപ്പിഡ് ലെയറും ഒരു ന്യൂക്ലിക് ആസിഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് പിന്നീട് വന്നതാണ് പ്രോക്യാരിയോട്ടിന് ഈ പറഞ്ഞതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുകയാണ്, കുറച്ച് സെൽ ഓർഗനൽസ് മാത്രം. ഓക്കെ, ഫ്യൂ സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസിനൊന്നും തന്നെ മെംബ്രെയിൻ കവറിങ് ഇല്ല. ജനറ്റിക് മെറ്റീരിയലിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത സാധനമാണിത്. അതായത് ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവണം, ട്രൂ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവണം അല്ലേ. അതിൻ്റെ അകത്താണ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവേണ്ടത്. കുറേ അധികം സെൽ ഓർഗനൽസ് ഒക്കെ നമുക്ക് വേണം, അതിനൊക്കെ ഒരു മെംബ്രെയിൻ കവറിങ് വേണം. അപ്പോൾ ട്രൂ ന്യൂക്ലിയസ് ആണ് യു കാരിയോട്ട്. യു മീൻസ് ട്രൂ, കാരിയ ന്യൂക്ലിയസ്. അപ്പോൾ യു കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസ്. അപ്പോൾ പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ന്യൂക്ലിയസിന് തൊട്ട് മുൻപുള്ള സ്ട്രക്ചർ. കാരിയ ന്യൂക്ലിയസ്, പ്രോ മീൻസ് ബിഫോർ എന്നുള്ളൊരു മീനിങ്ങിനാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ട്രൂ ന്യൂക്ലിയസ് വരുന്നതിന് മുൻപ് ഉണ്ടായതാണ് പ്രോ കാരിയോട്ട്. ഇത് കമ്പാരിസൺ ചോദിക്കും കേട്ടോ, എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് കമ്പാരിസൺ.
ഇവിടെ കണ്ടോ സെൽ ഓർഗനൽസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഒക്കെ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഇവിടെയാണെങ്കിലോ വളരെ കുറച്ച് കോശാംഗങ്ങൾ, ഇവിടെ കുറേ കോശാംഗങ്ങൾ. ഇവിടെ സെൽ ഓർഗനൽസിന് കവറിംഗ് ഇല്ല, ഇവിടെ സെൽ ഓർഗനൽസിന് കവറിംഗ് ഉണ്ട്. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. 3 ഡിഫറൻസസ് ക്ലിയർ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് എങ്ങനെയാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഉണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ ഇത് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് മൈറ്റോകോൺട്രിയയുടെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ഫംഗ്ഷൻ എന്താണ്. നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷനാണ് ഓക്സിജൻ ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഹരിതകണത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? മൈറ്റോകോൺട്രിയ ഓക്സിജൻ ഉപയോഗിച്ച് നമ്മളുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫോട്ടോസിന്തസിസ് നടത്തുക അല്ലേ? ഫോട്ടോസിന്തസിസ് നടത്തുക ഹരിതകണം. അപ്പോൾ ഈ 2 സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായത് ആരാന്നാണ് മിസ് പറഞ്ഞത്? പ്രോക്യാരിയോട്ടിക് സെൽ അല്ലേ? പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ. അപ്പോൾ ആദ്യം ഉണ്ടായത് ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ ഈ പ്രോക്യാരിയോട്ടിക് സെല്ല് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു എയ്റോബിക് ബാക്ടീരിയ വന്നു. എയ്റോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉപയോഗിച്ച് ജീവിക്കുന്ന ബാക്ടീരിയ ആണ് എയ്റോബിക് ബാക്ടീരിയ. ഈ എയ്റോബിക് ബാക്ടീരിയനെ ഈ പ്രോക്യാരിയോട്ടിക് സെല്ല് വിഴുങ്ങി, എന്ന് വെച്ചാൽ ബാക്ടീരിയനെ ഉള്ളിലേക്ക് എടുത്തു. സാധാരണ എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണമാണെന്ന് കരുതി അതിനെ ഡൈജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ബാക്ടീരിയനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് ഇത് എന്തായിട്ട് മാറി? ദിസ് ബിക്കം മൈറ്റോകോൺട്രിയ. ഓക്കെ, സോ ആദ്യം പ്രോക്യാരിയോട്ടിക് സെൽ എന്ത് ചെയ്തു? നമ്മുടെ എയ്റോബിക് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ഡൈജസ്റ്റിംഗ് ഇറ്റ്, ആ ഒരു എയ്റോബിക് ബാക്ടീരിയനെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തു. ഇറ്റ് ഗ്രാജുവലി ഇവോൾവ് ഇൻ ടു മൈറ്റോകോൺട്രിയ. ഓക്കെ, സെയിം പ്രൊസീജിയർ ആണ് മറ്റേതിനും. ഇവിടെ ഒരു പ്രോക്യാരിയോട്ടിക് സെൽ ഉണ്ടായിരുന്നു. ഈ പ്രോക്യാരിയോട്ടിക് സെൽ ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെ കാണുന്നു. ഇതാരാ? ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. സാധാരണ വിഴുങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കാറാണ് പതിവ്. പക്ഷെ ഇതിനെ നശിപ്പിക്കുന്നതിന് പകരം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് ചെയ്ത് ഗ്രാജുവലി അത് എന്തായിട്ട് മാറി? ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണമായിട്ട് മാറി. സിമ്പിൾ. ഓക്കെ, അതാണ് തിയറി പറയണേ കേട്ടോ. ഇവിടെ ഇത് യൂക്യാരിയോട്ടിക് സെല്ലാണേ മക്കളെ. മിസ് ഇവിടെ എല്ലാറ്റിലും പ്രോക്യാരിയോട്ടിക് സെൽ എന്നാണ് പറഞ്ഞത്. യൂക്യാരിയോട്ടിക് സെൽ, ഒരു യൂക്യാരിയോട്ടിക് സെൽ ഉണ്ടായിരുന്നു. വിഴുങ്ങുന്നതിനെയാണ് പ്രോക്യാരിയോട്ടിക് സെൽ, അതായത് ബാക്ടീരിയനെ അല്ലേ വിഴുങ്ങുന്നേ. ഒരു യൂക്യാരിയോട്ടിക് സെല്ലുണ്ട്. ഓക്കെ, ഈ യൂക്യാരിയോട്ടിക് സെൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ബാക്ടീരിയനെ വിഴുങ്ങുകയാണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഇസ് എ പ്രോക്യാരിയോട്ട്. അപ്പോൾ ബാക്ടീരിയനെ വിഴുങ്ങുന്നു. Instead of digesting the small cell, it provide protection. Gradually it become mitochondria. Same, ഈ ഒരു യൂക്യാരിയോട്ടിക് സെല്ല് ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെ വിഴുങ്ങുന്നു. അതിനെ നശിപ്പിക്കുന്നതിന് പകരം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഗ്രാജുവലി ഇറ്റ് ബിക്കം ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇത് നോട്ട് ചെയ്യണേ മിസ്. ഈ പ്രോക്യാരിയോട്ടിക് കോശം എന്നായി പോയി പറഞ്ഞത് യൂക്യാരിയോട്ടിക് കോശമാണ്, സോറി കേട്ടോ. ഓക്കെ, റെഡി. ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്നതാ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിസ് പറഞ്ഞില്ല, ഇതൊരു കുഞ്ഞ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൽ കുറേ പോർഷൻസ് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇവിടെ മിസ് പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ ഒരു കമ്പാരിസൺ വെച്ചിട്ടുണ്ട്. പ്രോക്യാരിയോട്ടിക് സെൽ സിമ്പിൾ, യൂക്യാരിയോട്ടിക് സെൽ കോംപ്ലെക്സ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ന്യൂക്ലിയസ് ഇല്ല, ഇതിന് ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. സെൽ ഓർഗനൽസിന് കവറിംഗ് ഇല്ല, സെൽ ഓർഗനൽസിന് കവറിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഇനി കുറച്ച് നമ്മൾ കാലക്രമം പറയാൻ പോവാണ്. നമ്മൾ പറയും ഇത്ര ബില്യൺ ഇയേഴ്സ് എഗോ എന്നൊക്കെ നമ്മൾ പറയും. ഇത്ര ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഭൂമി ഉണ്ടായത്. അതിൻ്റെ ഷോർട്ടാണ് BYA. ഇത്ര മില്യൺ ഇയേഴ്സ് എഗോ എന്ന് നമ്മൾ പറയും. അതാണ് MYA. ഓക്കെ, MYA. അപ്പം 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വർഷമാണ്. ഓക്കെ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 1000 മില്യൺ അല്ലെങ്കിൽ 100 കോടി വർഷമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ഇനി നമ്മൾ കാണാൻ. അതായത് 3.8 ബില്യൺ വർഷം മുൻപ് എന്ന് പറയുമ്പോൾ എത്രയാ? 1 ബില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞു 100 കോടി. ഓക്കെ, അപ്പം 300 കോടി എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ സെല്ല് ഉണ്ടാവുന്നത്.
പ്രിമിറ്റീവ് സെൽ, നമ്മൾ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ തിയറി നടന്ന പ്രിമിറ്റീവ് സെൽ ആദിമ കോശം ഉണ്ടാവുന്നത്. അതിനുശേഷം 2.5 ബില്യൺ ഇയേഴ്സ് എഗോ ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ റിലീസ് ഉണ്ടാവുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ 800 മില്യൺ ഇയേഴ്സ് എഗോ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 വർഷം, അപ്പം 800 മില്യൺ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ 10 ലക്ഷമാണ്, 10 ലക്ഷം. ഓക്കെ, അപ്പോൾ ഇത്രയും ലക്ഷം വർഷം മുൻപാണ് സിമ്പിൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാവുന്നത്. അതിനുശേഷം കോംപ്ലക്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായി. ഇതാ കണ്ടോ, ഭൂമിയുടെ ഉത്ഭവം എപ്പോഴാണ്? 4 to 4.6 ബില്യൺ ഇയേഴ്സിൻ്റെ ഇടയിൽ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലൈഫ് ഫോം ഉണ്ടായി, അതായത് ഒരു പ്രോക്യാരിയോട്ടിക് സ്ട്രക്ചറാണ് പ്രിമിറ്റീവ് സെല്ല്. അത് 3.5 to 2.5 ബില്യൺസിൻ്റെ ഇടയിൽ. പിന്നെ ഈ വർഷങ്ങൾക്കിടയിൽ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായി. പ്ലാന്റ്സും ആനിമൽസും 541 to 250 മില്യൺ ഇയേഴ്സിൻ്റെ ഇടയിലാണ്. ഡൈനോസേഴ്സ് ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ അത് ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മാമൽസും എല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഇതുവരെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇനി ചോദ്യം വരില്ല എന്നല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കോസ്മിക് കലണ്ടർ. അതായത് നമ്മളിപ്പോൾ എല്ലാം തന്നെ നമ്മുടെ ബില്യൺ വർഷങ്ങൾ അതിൻ്റെ കണക്കിലല്ലേ പറഞ്ഞത്. അപ്പോൾ അത്രയും വർഷങ്ങൾ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വർഷങ്ങൾക്ക് മുൻപുണ്ടായ കാര്യത്തിന് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഏജ് നമ്മൾ ഏകദേശം ഒരു 1 ഇയർ ആക്കി പറയാൻ പോവാം. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യത്തിനെ നമ്മൾ സമ്മറി എഴുതൂലേ, ഇത്രയും വലിയ ചാപ്റ്ററിനെ നമ്മളൊരു കുഞ്ഞ് പാരഗ്രാഫിൽ ഒതുക്കുന്നത് പോലെ നമുക്ക് എന്തിനാ പെട്ടെന്ന് മനസ്സിലാവാൻ. അതുപോലെ ഇത്രയും ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെ നമ്മളൊരു സിംഗിൾ ഇയറിൻ്റെ ഉള്ളിലാക്കി പറയാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പം ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 438 വർഷമാണ്. ഒരു സെക്കൻഡ് എത്രയാ? 438 വർഷം. അപ്പോൾ ഒരു മിനിറ്റ് എത്രയായിരിക്കും? 60 × 438. അപ്പോൾ ഒരു മണിക്കൂർ എത്രയായിരിക്കും അല്ലേ? അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഏജ് പറയുകയാണെങ്കിൽ നമ്മുടെ ജാനുവരി മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിൽ 0.00, കാരണം ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ 438 വർഷമാണ്. അപ്പോൾ ആ 0 സെക്കൻഡിലാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ യൂണിവേഴ്സ് ഉണ്ട്. പിന്നെ ഓഗസ്റ്റ് 1 നമ്മുടെ സോളാർ സിസ്റ്റവും നമ്മുടെ ഭൂമിയൊക്കെ ഉണ്ടാവുന്നത്. അതിൽ സെപ്റ്റംബറിലാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒക്ടോബറിലാണ് പ്രോക്യാരിയോട്സ്, നവംബറിൽ യൂക്യാരിയോട്സ്, ഡിസംബറിൽ, അതായത് വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത്രയും മാറ്റങ്ങൾ. ഡിസംബർ 18 കൂടി വേർട്ടബ്രേറ്റ്സ്, പിന്നെ ലാൻഡ് പ്ലാന്റ്സ്, ഡൈനോസേഴ്സ്, മാമൽസ് December 27. ഹ്യൂമൻ ബീങ്സ് എപ്പോഴാണ്? December 31 11:52 PM. ഓക്കെ, എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാക്കി ഇനി 12 ആവാൻ 8 മിനിറ്റ് ബാക്കിയുണ്ട്. അതിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 60 സെക്കൻഡാണ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ 438 വർഷമാണ്. അപ്പോൾ എത്ര വർഷങ്ങളാ? ക്ലിയർ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സെറ്റായില്ലേ? റെഡി?